ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്മേൽ ഉണ്ടായിരുന്ന ദൈവകൃപയും ശക്തിയുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തന്റെ സ്വന്തം ശക്തി കൊണ്ടോ മറ്റ് യാതൊരു കഴിവുകൊണ്ടോ അല്ല താൻ പ്രവർത്തിച്ചത്. ക്രിസ്തുവിലുള്ളതാകുന്ന ശക്തി, പരിശുദ്ധാത്മാവിൽ തനിക്കുണ്ടായിരുന്ന ആ ശക്തി, അത് നിമിത്തം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രവർത്തിച്ച ആ പ്രവൃത്തിയെ കുറിച്ച് താൻ ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്റെ ജീവിതത്തിൽ തനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ലായിരുന്നു. പലപ്പോഴും വലിയ പീഡകൾ, ഉപദ്രവങ്ങള് തന്നെ ഭയപ്പെടുത്തുവാനായിട്ട് റോമൻ ഗവൺമെന്റ്, അതേപോലെ മറ്റ് എല്ലാവരും വളരെ പരിശ്രമിച്ചിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക പീഡകൾ താൻ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും താൻ ഭയന്ന് ഓടുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ചിലരുണ്ട്, ഇപ്രകാരമുള്ളതായ ഭയപ്പാടുകളൊക്കെ കടന്നു വരുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് ഓടുകയും അവരിൽ നിന്ന് ആലോചനകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാമത്തെ വാക്യം, വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ചില സന്ദർഭങ്ങളിൽ ചില ഭയപ്പാടുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന മന്ത്രവാദികളോടും അരുളപ്പാട് ചോദിച്ചുകൊണ്ട് ജനം മുൻപോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അഥവാ പരേത ആത്മാക്കളോട് ഇവിടെ ചോദിക്കുന്നു, മരിച്ചവരോടോ ആലോചന ചോദിക്കേണ്ടുന്നത്? ഒരിക്കലും മരിച്ച ഒരു വ്യക്തിക്ക് തിരിച്ചു വരുവാനോ അല്ലെങ്കിൽ ആലോചന കൊടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. ഇസ്രായേൽ ജനവും ഒരു ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയതായ സന്ദർഭങ്ങളിൽ അവര് ഇപ്രകാരം അന്യ ദൈവങ്ങളുടെ അടുക്കലും ലക്ഷണവാദികളുടെ അടുക്കലും മന്ത്രവാദികളുടെ അടുക്കലും ഒക്കെ പോയിട്ടുള്ളതായ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശൗലിന്റെ അവസാനത്തെ ഏറ്റവും വലിയ പാപവും അതുതന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായിട്ട്, പ്രവാചകനായിട്ട് ഒക്കെ ദൈവം ശൗലിനെ ഉയർത്തിയതായ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവൻ ദൈവകൃപ വിട്ട് ദൈവകൃപ ചോർന്നു കഴിഞ്ഞപ്പോൾ ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് വേണ്ടി കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാമായിരുന്നു ശൗലിന്റെ ജീവിതത്തിലെ പരാജയം. ഇപ്പോൾ ഓർക്കുക, ഒരിക്കലും മന്ത്രവാദികൾക്കോ ആഭിചാരകർക്കോ അല്ലെങ്കിൽ ലക്ഷണവാദികൾക്കോ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ചിലർക്ക് മന്ത്രവാദം കൊണ്ട് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാം, അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം, ഇത്യാദി കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ക്രിയകൾ കൊണ്ടൊക്കെ കാര്യങ്ങൾ നേടാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മറ്റു ചിലർക്ക് ഭയമാണ്. ചിലപ്പോൾ മുറ്റത്ത് എന്തെങ്കിലും കണ്ടാൽ ഇത് ആരെങ്കിലും കൊണ്ട് ജപിച്ചിട്ടതാണോ, ഇതെന്താണ് എന്ന് ഭയന്ന് അങ്ങനെ ഭയപ്പെടുന്ന ചില ശുദ്ധഗതിക്കാരുമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതിനൊന്നും അല്ലെങ്കിൽ പരേത ആത്മാക്കൾക്കോ ഈ മന്ത്രവാദികൾക്കോ ലക്ഷണവാദികൾക്കോ
ഇവർക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ആലോചന ചോദിക്കുന്നത്, പരേതാത്മാക്കളോട് ആലോചന ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോയിട്ടോ മനുഷ്യന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. എന്നാൽ പലപ്പോഴും ഇതിന്റെയൊക്കെ പുറകെ പോകുമ്പോൾ അതിന്റെ പിന്നിൽ പിശാച് വലിയ തന്ത്രശാലിയാണ്. അവന് പല നിലകളിൽ അവന്റേതായ പ്രവർത്തികള് അവൻ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇങ്ങനെയുള്ളതായ ആവിചാരങ്ങളോ ലക്ഷണവിദ്യയോ അവനെ ഏൽക്കുവാനായിട്ട് ഇടയായി തീരത്തില്ല. ഇവിടെ പൗലോസ് പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിലുള്ളതാകുന്ന ശക്തി, പരിശുദ്ധാത്മാവിലുള്ളതാകുന്ന ശക്തി, ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാകുന്ന ശക്തി നമുക്കുള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ഒരു ദുഷ്ടശക്തിയെയും നമുക്ക് ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം കർത്താവാണ് നമ്മെ വഴി നടത്തുന്നത്. നമ്മുടെ ആലോചനക്കാരൻ അവിടുന്നാണ് നമുക്ക് അരുളപ്പാട് പകർന്നു തരുന്നത്. മാത്രമല്ല, കാൽവറിയിൽ ദുഷ്ടപിശാചിനെ പരിപൂർണമായി തകർത്തു കളഞ്ഞവനാണ് കർത്താവ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായിട്ട് നമ്മെ ശത്രുവിന്റെ അടിമത്വത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് പരിപൂർണമായി വിടുവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലും ദൈവവചനത്തിലും അടിയുറച്ച് നിൽക്കുവാനിടയായി തീരട്ടെ. അതിനായി ദൈവത്തിൻ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരുകയില്ല. മലകളെ ഭേദിച്ചു നുറുക്കുമവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിയിരിക്കുമ്പോൾ മാനുഷശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിയിരിക്കുമ്പോൾ മാനുഷശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരുകയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരുകയില്ല. ബാധ നിന്റെ കൂടാരത്തിലടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിലടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഇന്നു കണ്ട മിസ്രൈമ്യനെ കാണുകയില്ല.